तो हमारे दिमाग में सवाल उठा, क्या इलेक्शन कमीशन बीजेपी की मदद कर रहा है? क्या इलेक्शन कमीशन ही इलेक्शन को चोरी करवा रहा है? ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ബീഹാറിൽ വോട്ടധികാര യാത്രയ്ക്ക് തുടക്കമാകുന്ന ദിവസം ബീഹാർ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിലെ ക്രമക്കേടുകൾക്കും വോട്ട് കൊള്ളയ്ക്കുമെതിരെ പ്രതിപക്ഷം പ്രതിഷേധം അലയടിക്കുന്ന ഒരു ഞായറാഴ്ച, സർക്കാർ ഓഫീസുകൾക്ക് അവധി ദിനം. അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവൃത്തികളെ വിശകലനം ചെയ്തു തുടങ്ങുമ്പോൾ പ്രസ് മീറ്റിനായി സെലക്ട് ചെയ്ത ദിവസത്തിന്റെ പ്രത്യേകത മുതൽ ചോദ്യം ചെയ്തു തുടങ്ങേണ്ടതുണ്ട്. ബംഗളൂരു സെൻട്രൽ പാർലമെന്റ് ലോക്സഭാ മണ്ഡലത്തിലുള്ള മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ മാത്രം 1,00,000-ലേറെ വ്യാജ വോട്ടർമാരും വ്യാജ അഡ്രസ്സുകളും ഉണ്ടെന്ന് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം നിരത്തുകയുണ്ടായി. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ പോലും ചോദ്യം ചെയ്യുന്ന വലിയൊരു വാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലയ്ക്ക് മുകളിലുണ്ട്. അങ്ങനെയുള്ള ഗുരുതര ആരോപണങ്ങൾ അടക്കം നിലനിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഒളിച്ചോട്ടം. കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ പൊതുസമൂഹത്തിന് വിശ്വാസയോഗ്യമായ രീതിയിൽ ഒരു കാര്യവും ഇലക്ഷൻ കമ്മീഷൻ വിശദീകരിച്ചിട്ടില്ല. മറിച്ച് ഇന്നലെ നടത്തിയത് ഒരു രാഷ്ട്രീയ പ്രസംഗമാണ്. രാഹുൽ ഗാന്ധിക്കുള്ള രാഷ്ട്രീയ മറുപടി പറഞ്ഞ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ എഴുന്നേറ്റുപോയി. ജനാധിപത്യ പ്രക്രിയയിലെ പ്രധാന ഭാഗമായ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ക്രമക്കേടിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയരുമ്പോൾ രാജ്യം അറിയാനും കേൾക്കാനും ആഗ്രഹിക്കുന്നത് ജ്ഞാനേഷ് കുമാറിന്റെ രാഷ്ട്രീയ പ്രസംഗമല്ല, മറിച്ച് കൃത്യമായ വിശദീകരണമാണ്. BJPയുടെ ഒരു ബി ടീമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയെന്ന പോയിന്റിനെ കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനം. പറഞ്ഞ കാര്യങ്ങൾ സത്യവാങ്മൂലത്തിൽ എഴുതി ഒപ്പിട്ട് തരാൻ രാഹുൽ ഗാന്ധിയോട് മുൻപ് പറഞ്ഞതുപോലെ രാജ്യത്തിനു മുന്നിൽ വന്നിരുന്ന് വെല്ലുവിളികൾ ഉയർത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്വന്തം വിശ്വാസ്യതയുടെ അസ്ഥിവാരം തന്നെ ഇളകിയിട്ടുള്ള ഒരു ഘട്ടത്തിൽ ഒരു ഭരണഘടനാ സ്ഥാപനം ജനങ്ങൾക്ക് നൽകേണ്ട മറുപടി ഇങ്ങനെയല്ല. ഇക്കാലം അത്രയും സംസാരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയുടെ കാര്യത്തിൽ വാർത്താ സമ്മേളനത്തോടുകൂടി ഒന്നുകൂടി കോട്ടം തട്ടിയെന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് മോദി സർക്കാരിന് വേണ്ടിയാണെന്നുള്ള ആരോപണം ഒന്നുകൂടി ശക്തിപ്പെട്ടു. വ്യാജ അഡ്രസ്സും വ്യാജ വോട്ടർമാരാണെന്ന ആരോപണവും ഉയർന്ന 1,00,000 വോട്ടർമാർക്ക് ഞങ്ങൾ ഇനി നോട്ടീസ് കൊടുക്കണോ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങോട്ട് ചോദിക്കുന്നത്. അങ്ങോട്ട് ചോദിച്ചതിന് മറുപടിയില്ലാതെ ചോദ്യത്തിന് മറുചോദ്യം ഉന്നയിക്കുകയാണ് ഇവിടെ. ഒരു കുടുംബത്തിൽ ഇത്രയധികം വോട്ട് വരുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ അന്വേഷണമില്ല. പലയിടത്തും 5 മണിക്ക് ശേഷം വോട്ടിംഗ് ശതമാനം കുതിച്ചുയരുന്നു എന്നതിൽ വിശദീകരണവുമില്ല. എന്തിന് CCTV ദൃശ്യങ്ങൾ കൈമാറുമോ എന്ന രാഹുലിന്റെ ചോദ്യത്തിന് അമ്മമാരും പെൺമക്കളും മരുമക്കളും വോട്ട് ചെയ്യുന്ന CCTV ദൃശ്യങ്ങൾ കമ്മീഷൻ ഇനി പങ്കുവെക്കണോ എന്ന വിചിത്ര ചോദ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാർ തിരിച്ചു ചോദിച്ചത്. കേൾക്കുമ്പോൾ തന്നെ എന്ത് എന്ന് നമുക്ക് തോന്നുന്നതിൽ ഒരു തെറ്റും പറയാനാകില്ല. വോട്ടർ പട്ടികയിൽ പിഴവുണ്ട്, പക്ഷേ കള്ളവോട്ട് ചെയ്തു എന്നതിന് തെളിവില്ലെന്നാണ് വാർത്താ സമ്മേളനത്തിലെ മറ്റൊരു പ്രസക്ത ഭാഗം. പക്ഷേ അത് പരിശോധിക്കാൻ കമ്മീഷൻ തയ്യാറാകുന്നില്ല. ഇനി അതും ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് തന്നെ കൊണ്ടുവന്ന് തരട്ടെ എന്നുള്ള രീതിയിലാണ് വാർത്താ സമ്മേളനം. ഇത്രയും ഗുരുതരമായ ആരോപണത്തിലും അന്വേഷണം നടത്തി നമ്മൾ തന്നെ തെളിവ് കൊണ്ടുപോയി നൽകണമെന്ന് സാരം. പ്രിയപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ, ഇന്ത്യക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല.